നമുക്ക് ക്ലോത്തിങ് ത്രൂ ദി ഏജസ് എന്ന ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ഇട്ടപ്പോൾ വന്ന കുറച്ച് നല്ല കമൻറ്റ്സ് വായിക്കാം. രമ്യ റിജീഷ് എന്ന ചാനലിൽ വന്ന കമൻറ്റാണ്, എനിക്ക് വലുതാകുമ്പോൾ ഡോക്ടർ ആകണം, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഡോക്ടർ ആവട്ടെ. പ്രിയം ജയൻ എന്ന് വന്നത്, അല്ലെങ്കിൽ പ്രിയ എം ജയൻ എന്ന ചാനലിൽ വന്ന കമൻറ്റാണ്, റിയലി അപ്രീഷിയേറ്റഡ്, ഗുഡ് എഫേർട്ട്, എല്ലാ ചാപ്റ്റേഴ്സും ചെയ്യണം, എല്ലാ ചാപ്റ്റേഴ്സും ചെയ്യാം. അന്ന സാനിയ സജുക്ക് ടീച്ചറാണ് ആവേണ്ടത്, മിനിമോൾക്ക് ടീച്ചറാണ് ആവേണ്ടത്. പിന്നെ സോണിയ പറഞ്ഞിട്ടുണ്ട് റിയലി വെരി പവർഫുൾ ക്ലാസ്, താങ്ക് യു. ഹബീബ മുസ്തഫ വന്ന കമൻറ്റാണ്, ടീച്ചർ ആവണം എന്നാണ്. അനുമോൾ ഡോക്ടർ ആവണം എന്നാണ്. താരാദാസ് ഐ വിൽ ബിക്കം എ ഗുഡ് കളക്ടർ. പിന്നെ വെൽ എക്സ്പ്ലെയിൻഡ്, താങ്ക് യു. പിന്നെ വേറെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് കുറേ താങ്ക് യു എല്ലാവർക്കും, നല്ല കമൻസ് ഇട്ട്. രജനി ബൈജു എന്ന ചാനൽ വന്ന കമൻറ്റാണ് ആർമി. പിന്നെ ഡോക്ടർ വന്നിട്ടുണ്ട് കുറേ, ഫുട്ബോൾ പ്ലെയർ, കുറേ ആൾക്കാർ ഡോക്ടർ ആവണം, ആർട്ട് ടീച്ചർ, ടീച്ചിങ്, എയർ ഹോസ്റ്റസ്, അങ്ങനെ കുറേ നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ട്. IPS ഓഫീസർ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ അപ്ലോഡ് ചെയ്യാൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലോത്തിങ് ത്രൂ ദി ഏജസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. നമുക്ക് പുതിയ ചാപ്റ്റർ ഒന്ന് പഠിക്കാം. ഓക്കെ. പിന്നെ അവസാനം ഐഷ നൗഫൽ എന്ന ചാനലിൽ വന്ന കമൻറ്റാണ്, രക്ഷാപ്രവർത്തകൻ അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലെയർ. ഓക്കെ. അപ്പോൾ എല്ലാ നല്ല കമൻറ്റ് ഇട്ടവർക്കും നന്ദി. എല്ലാ കമൻസും വായിക്കാൻ പറ്റില്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ്സ് നെക്സ്റ്റ് വീഡിയോ തൊട്ട് വായിക്കാം. ഓക്കെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 5th സോഷ്യൽ സയൻസ് ചാപ്റ്റർ 5 ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ് ആണ്. നമുക്ക് വരയ്ക്കാം, വായിക്കാം. ഓക്കെ. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പെൻസിലും സ്കെയിലും നോട്ട്ബുക്കും ഒക്കെ റെഡിയായിട്ട് ഇരിക്കുക, കാരണം നമുക്ക് കുറേ വരയ്ക്കാനുണ്ട്. Aji has come to participate in the Kerala School Arts Festival being held in Thrissur district. തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിന് പങ്കെടുക്കാനെത്തിയതാണ് അജി. ഹിസ് ഫാമിലി ഈസ് ഓൾസോ വിത്ത് ഹിം. അജിയുടെ കൂടെ അവൻ്റെ കുടുംബമുണ്ട്. ഗിവൺ ബിലോ ഇസ് ദ ലേ ഔട്ട് ഓഫ് ദ വെന്യൂ വിത്ത് ഹിം. അവരുടെ കയ്യിലുള്ള ലേ ഔട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. ഞാൻ ചെറുതാക്കി കാണിച്ചു തരാം. നോക്കുക, നടുക്കൊരു വട്ടം കാണാം, അതിൻ്റെ താഴെ സ്വരാജ് റൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്, മുകളിൽ തൃശ്ശൂർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് MG റോഡുണ്ട്, പാലക്കാട് റോഡുണ്ട്, പിന്നെ ഒരു റെയിൽവേ ട്രാക്ക് കാണാം, ഒരു ട്രെയിനിനെ കാണാം, ഒരു ബസ് കാണാം, പിന്നെ ABCDE എന്ന് നമുക്ക് ലെറ്റേഴ്സ് മാർക്ക് ചെയ്തതും കാണാം. എന്താണിതൊക്കെ അല്ലേ? കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ചിഹ്നം, ഇത് വെച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത് നോർത്ത് എന്നാണ്. ഓക്കെ. നോർത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം 4 ഡയറക്ഷൻസ് ആണ് ഉള്ളത് അല്ലേ? ഏതൊക്കെയാണ് ഈ 4 ഡയറക്ഷൻസ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് അല്ലേ? അപ്പോൾ നമുക്കറിയാം സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് അല്ലേ? സൂര്യൻ ഉദിക്കുന്ന ദിക്കിനെയാണ് നമ്മൾ ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി സൂര്യനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ കുട്ടി നോക്കി നിൽക്കുന്ന ദിശ ഈസ്റ്റ് ആണല്ലേ? ഈസ്റ്റ്. ഇനി ഈസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താ ഉണ്ടാവുക? വെസ്റ്റ് അല്ലേ? അപ്പോൾ ഈ കുട്ടി ഈസ്റ്റിലോട്ടാണ് നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ബാക്കിൽ എന്താണ്? വെസ്റ്റ് ആണല്ലേ? പുറകോട്ടുള്ളത് വെസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൂര്യനെ നോക്കി നിൽക്കുന്ന കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് ഇടത് കൈയുടെ സൈഡിൽ വരുന്ന ദിശ ഏതാണ്? നോർത്ത്. വലത് കൈയുടെ ഏതായിരിക്കും? സൗത്ത് അല്ലേ? ബാക്കിയുള്ളത് വലതാണ്, അവിടെ വരുന്നത് സൗത്ത്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണ്. ഓക്കെ. ഇനി നമ്മൾ പൊതുവേ എങ്ങനെയാണ് വരയ്ക്കുന്നത് ദിശകളൊക്കെ? നമ്മൾ വരയ്ക്കുന്നത് ഒരു പ്ലസ് സൈൻ വരയ്ക്കും, ഇതുപോലൊരു പ്ലസ് വരയ്ക്കും, എല്ലാത്തിനും ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ. അതിൽ ആദ്യത്തെ മുകൾ ഭാഗത്ത് വരുന്നതാണ് നോർത്ത്. അതിൻ്റെ ഓപ്പോസിറ്റ്, നോർത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? സൗത്ത്. അപ്പോൾ താഴെ സൗത്ത്. പിന്നെ നോക്കുക, ഇടത് ഭാഗത്തായിട്ട് എന്താ വരിക? ഇടത് ഭാഗത്തായിട്ട് വെസ്റ്റ് വരും, വലത് ഭാഗത്തായിട്ട് ഈസ്റ്റ് വരും. സൂര്യൻ എവിടെ വരും? ഇവിടെ വരും അല്ലേ? അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇങ്ങനെയാണ് നമ്മൾ പൊതുവേ ദിശകൾ
വരച്ച് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ എൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ എൻ കാണിക്കുന്നത് എന്താ, ഈ ഭാഗത്തോട്ട് നോർത്താണെന്നാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ നിന്നതിന് ശേഷം അങ്ങോട്ട് നോക്കിയാൽ ഞാൻ നോക്കുന്നത് എങ്ങോട്ടാണ്, നോർത്തിലേക്കാണ്. ഓക്കെ, ഫസ്റ്റ് അത് മനസ്സിലാക്കി. പിന്നെ ഈ ABCDE എന്താണ്, എ എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. ഈ ഒരു ടേബിൾ നോക്കുക, അവിടെ എഴുതിയിട്ടുണ്ട് എ എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. ഇതാ നോക്ക്, എൻ്റെ അടുത്ത് ട്രെയിൻ ഉണ്ട്, ഒരു റെയിൽ പാളം വരച്ചിട്ടുണ്ട്, അപ്പോൾ അതൊരു റെയിൽവേ സ്റ്റേഷനാണ്. ബി എന്നത് എന്താ, ഒരു ബസ് സ്റ്റാൻഡാണ്. ബി റെയിൽവേ സ്റ്റേഷന് പുറകിലായിട്ട് നമുക്ക് കാണാം ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. പിന്നെന്താ, സി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്. സി ഇതാ ഇവിടെ കാണാം, ഇതാണ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്. ഡി എവിടെയാ, ഡി ഇതാ ഇവിടെ ഡൈനിങ് ഹാൾ ഉണ്ട്. പിന്നെ ഇ ആണ് ഗവൺമെൻറ് HSS തൃശ്ശൂർ. ഇതാണ് നമ്മുടെ സ്കൂൾ, തൃശ്ശൂരിലുള്ള ഗവൺമെൻറ് HSS ഇവിടെയായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലേ ഔട്ട് ഏകദേശമൊക്കെ മനസ്സിലായി. അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത് വായിക്കാം. Having travelled from the railway station, Aji and his family have now come near the program committee office which is close to the Swaraj Round. അപ്പോൾ നോക്കുക, വീണ്ടും ഇതൊക്കെ ഞാൻ വായിക്കുകയാണ്. അജി എവിടെ നിന്നാണ് തുടങ്ങുന്നത്, റെയിൽവേ സ്റ്റേഷനിൽ നിന്നല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സഞ്ചരിച്ച് സ്വരാജ് റൗണ്ടിന്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സഞ്ചരിച്ച് സ്വരാജ് റൗണ്ടിന് സമീപമുള്ള എവിടെയാണ് എത്തിയിട്ടുള്ളത്, പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്. അതായത് സി അല്ലേ, നമ്മൾ കണ്ടു സി ആണ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിനടുത്താണ് അജിയും കുടുംബവും ഇപ്പോഴുള്ളത്. അജിയുടെ പ്രോഗ്രാം നടക്കുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് HSSലാണ്. അപ്പോൾ അജി ഇപ്പോൾ ഉള്ളത് എവിടെയാണ്, ഇവിടെയാണ്. പ്രോഗ്രാം നടക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അജി ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ്, പ്രോഗ്രാം നടക്കുന്നത് ഇവിടെയാണ്, ഇയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് വായിക്കാം. ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് അജി ഗോ ടു റീച്ച് ദ വെന്യൂ ക്വിക്ക്ലി ഫ്രം ദ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്. അപ്പോൾ എന്താ ചോദിക്കുന്നത്, ഈ ഒരു വെന്യൂവിലെത്താൻ, അതായത് അജിയുടെ പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ എളുപ്പത്തിലെത്താൻ അജി ഏത് ഭാഗത്തോട്ട് ആണ് നടക്കേണ്ടത്, ഏത് ദിശയിലാണ് സഞ്ചരിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം അജി ഇപ്പോൾ ഉള്ളത് എവിടെയാണ്, ഇവിടെ അല്ലേ, പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലാണ് അജി ഉള്ളത്. അപ്പോൾ അജി എങ്ങോട്ടാണ് നടക്കേണ്ടത്, ഇങ്ങോട്ട് നടക്കണമല്ലേ. നോർത്ത് ഭാഗത്തോട്ട് നടന്നാലാണ് അജിക്ക് പെട്ടെന്ന് എത്താൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേഗം വരച്ച് വയ്ക്കാം. ഇത് നോർത്താണെങ്കിൽ താഴോട്ടുള്ളത് എന്താ, സൗത്താണ്. ഇങ്ങോട്ടുള്ളത് ഈസ്റ്റും ഇങ്ങോട്ടുള്ളത് വെസ്റ്റും. ആദ്യ അജി അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യ അജി നോർത്തിലോട്ട് നടക്കണം. എന്നിട്ട് നോർത്തിൽ നിന്ന് ഏത് ഭാഗത്തോട്ടാ, ഈസ്റ്റിലോട്ട് നടക്കണമല്ലേ, എന്നാലാണ് അജി സ്കൂളിലെത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, കെൻ യു ഫൈൻഡ് വെയർ ദ ഡൈനിങ് ഹാൾ ഇസ് ബൈ ചെക്കിംഗ് ദ ലേ ഔട്ട്. നമുക്കറിയാമല്ലേ, നമ്മൾ ഓൾറെഡി കണ്ടു ഡൈനിങ് ഹാൾ ഡി ആണ്. ഡി എവിടെയാണ് ഉള്ളത്, ഡി ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഡൈനിങ് ഹാൾ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ ട്രാവൽ ഫ്രം ഗവൺമെൻറ് HSS തൃശ്ശൂർ ടു റീച്ച് ദ ഡൈനിങ് ഹാൾ. ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ സ്കൂളിലാണുള്ളത്, അതായത് ഗവൺമെൻറ് HSSലാണ് ഉള്ളത്, ഇവിടെയാണ് നിങ്ങളുള്ളത്. ഇവിടെ നിന്ന് ഡൈനിങ് ഹാളിൽ വരെ എത്താൻ നിങ്ങൾ ഈ ദിശയിലോട്ടാണ് സഞ്ചരിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതേതാ ദിശ, വീണ്ടും വരയ്ക്കുക, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പം ഇങ്ങോട്ടുള്ളത് ഏതാണ്, വെസ്റ്റ് അല്ലേ. അപ്പോൾ വെസ്റ്റിലോട്ട് നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ എവിടെ എത്തുക, പെട്ടെന്ന് ഡൈനിങ് ഹാളിൽ എത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡയറക്ഷൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡയറക്ഷൻസ് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്ന് നല്ലപോലെ പഠിക്കുക, കാരണം അത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ, വാട്ട് വി ഫെമിലിയറൈസ്ഡ് അബവ് ഇസ് ദ ലേ ഔട്ട് ഓഫ് ദ വെന്യൂ ഓഫ് ആർട്സ് ഫെസ്റ്റിവൽ. അപ്പോൾ നമ്മൾ കലോത്സവ വേദിയുടെ ലേ ഔട്ടാണ് ഇപ്പോൾ പരിചയപ്പെട്ടത്. Haven't you seen the layout maps showing the location of buildings displayed in front of some institutions? Are such layouts made only to understand the direction? ചില സ്ഥാപനങ്ങളുടെ മുന്നിലൊക്കെ സ്ഥാനം കാണിക്കുന്ന ലേ ഔട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ.
അപ്പോൾ ദിശ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരം ലേഔട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അല്ല ഇപ്പം തന്നെ നമ്മൾ കണ്ടു ദിശ മാത്രമല്ല ഓരോന്നും എവിടെയാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൈനിങ് ഹാൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ ലേഔട്ട് ഹെൽപ്പ് ചെയ്തു അല്ലേ. അതുപോലെ ഓരോ സ്ഥലവും എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ കൂടെ നമ്മൾ ഈ ഒരു ലേഔട്ട് ഹെൽപ്പ് ചെയ്യും. Have you realized that a sketch and plan are prepared while constructing a new house or building? പുതിയ വീടോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ കെട്ടിടമോ നിർമ്മിക്കുമ്പോൾ നമ്മൾ സ്കെച്ചും പ്ലാനൊക്കെ തയ്യാറാക്കും അല്ലേ. While preparing the plan of buildings, it also includes exact measurements. അപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായ അളവുകൾ കൂടെ രേഖപ്പെടുത്താറുണ്ട്. But when sketches are prepared, measurements may not be exact. പക്ഷേ ഒരു സ്കെച്ച് തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാകണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയത്, ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ മെഷർമെൻറ്റ് എക്സാക്റ്റ് ആയിരിക്കും, കൃത്യമായ അളവുകളായിരിക്കും. പക്ഷേ ഒരു സ്കെച്ചാണെങ്കിൽ അളവുകൾ കൃത്യമാവണമെന്നില്ല. ഓക്കെ, ഹൗ അബൌട്ട് മേക്കിംഗ് എ സ്കെച്ച് ഓഫ് യുവർ ക്ലാസ് റൂം? അപ്പോൾ നിങ്ങൾ ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ ചുറ്റുപാട് നോക്കുക, എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ് റൂം കാണാൻ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഒന്നും ക്ലാസ് റൂം എങ്ങനെയാണ് കാണാൻ എന്നറിയില്ല അല്ലേ. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ ക്ലാസ് റൂം എന്ന് വിചാരിക്കുക. ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ട്, സൈഡിൽ 2 വിൻഡോ ഉണ്ട്, കുറച്ച് ബെഞ്ചും ടേബിളും ഡെസ്കും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ വരയ്ക്കാം? അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യണം, ഒരു ബോക്സ് വരയ്ക്കണം അല്ലേ. ആദ്യം ഞാനൊരു ബോക്സ് വരയ്ക്കും, ഇതുപോലെ ഞാനൊരു ബോക്സ് വരയ്ക്കും. ഓക്കെ, ബോക്സ് വരച്ചതിന് ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഡയറക്ഷൻസ് മാർക്ക് ചെയ്യണമല്ലേ ആദ്യം. നമുക്ക് ആദ്യം അത് വരച്ച് വെച്ചാലേ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇങ്ങനെ വരയ്ക്കും, നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. പിന്നെ എന്താ കാണാം, ഇവിടെ ഒരു നോർത്തിൽ നമുക്ക് ബ്ലാക്ക് ബോർഡ് വരയ്ക്കണം അല്ലേ. അപ്പോൾ നോർത്ത് ഭാഗത്തായിട്ട് ഇവിടെ ഈ ചുമരിന് ഇവിടെ ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ട്. ബ്ലാക്ക് ബോർഡിന് ഞാൻ ബി എന്ന് എഴുതുക, ബ്ലാക്ക് ബോർഡ്. ഇനി 2 വശത്ത്, അതായത് ഈസ്റ്റ് ഭാഗത്തായിട്ട് 2 വിൻഡോസ് ഉണ്ടല്ലേ. ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒന്നാമത്തെ വിൻഡോ, പിന്നെ 2ാമത്തെ വിൻഡോ. പിന്നെ എന്താ ഉള്ളത്, ടീച്ചറിൻ്റെ ഒരു ടേബിൾ ഉണ്ടല്ലേ. ടീച്ചറിൻ്റെ ടേബിൾ വരയ്ക്കാം, ടേബിൾ വരച്ചു ഇവിടെ. പിന്നെ കുറേ ബെഞ്ച് ഉണ്ട്, 1 2 3. നമ്മളിങ്ങനെ ബെഞ്ചസ് വരയ്ക്കുക. ബെഞ്ച് വരച്ചു. അപ്പോൾ ഈ റൂമിലെ ഡോർ എവിടെയായിരിക്കും, നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഡോർ വരയ്ക്കാം. ഓക്കെ, നമുക്കിത് ഡോർ ഡി എന്ന് മാർക്ക് ചെയ്യാം. ഇതൊക്കെ എന്താ, വിൻഡോ 1, വിൻഡോ 2. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ് എന്ന് വിചാരിക്കുക. ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ടീച്ചറിൻ്റെ ടേബിൾ ഉണ്ട്, ബെഞ്ച് ഉണ്ട്, ഇതൊക്കെ ബെഞ്ചാണ്. അപ്പോൾ ബെഞ്ച് 1, ബെഞ്ച് 2, ബെഞ്ച് 3 നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. ഇനി നമുക്ക് ബ്ലാക്ക് ബോർഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഏത് ഡയറക്ഷനിലാണ് ബ്ലാക്ക് ബോർഡ്, നോർത്ത് ഡയറക്ഷൻ അല്ലേ. ഇനി ഇപ്പോൾ വിചാരിക്കുക ഇത് ബെഞ്ച് 4, ഇത് ബെഞ്ച് 7 ആണെന്ന് വിചാരിക്കുക. ബെഞ്ച് 7 ഏത് ദിശയിലോട്ടാണ്, ബെഞ്ച് 7 സൗത്തിലാണ്. വിൻഡോ ഏത് സൈഡിലാണ്, വിൻഡോ 2 ഈസ്റ്റിലാണുള്ളത്. ഡോർ എവിടെയുള്ളത്, ഡോറ് വെസ്റ്റിലാണുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പിക്ചർ വരയ്ക്കുന്നത്. അപ്പം ഭംഗിയിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇതാ, ഓക്കെ, ഇതൊക്കെ മായ്ച്ച് കളയാം. ഇനിയിപ്പോൾ ഇതാണ് ഞാൻ വരച്ച ചിത്രമെന്ന് നിങ്ങൾ വിചാരിക്കാം. അപ്പം ഞാനിവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ബോർഡ് ഉണ്ട്, വൈറ്റ് ബോർഡ് ഉണ്ട്, ടീച്ചറിൻ്റെ ടേബിൾ ഉണ്ട്, ബെഞ്ചൊക്കെ വരച്ചിട്ടുണ്ട്, ഡോറുണ്ട്, 2 വിൻഡോ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിതുപോലെ നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ഒരു സ്കെച്ച് തയ്യാറാക്കുക. സ്കെച്ചാകുമ്പോൾ അളവുകൾ കൃത്യമാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ വരയ്ക്കാം. ഇൻ വിച്ച് ഡിറക്ഷൻ ഇസ് ദ ഡോർ ഓഫ് ദ ക്ലാസ് റൂം? ഇനിയിപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ് റൂം. എൻ്റെ ക്ലാസ് റൂമിൽ ഏത് ദിശയിലാണ് ഡോറുള്ളത്? എൻ്റെ ക്ലാസ് റൂമിൽ വെസ്റ്റ് അല്ലേ, ഈ ഭാഗത്താണ് ഡോറുള്ളത്. അപ്പോൾ ഞാൻ എന്തെഴുതും, എൻ്റെ ക്ലാസ് റൂമിൽ വെസ്റ്റിലാണ് ഡോറുള്ളത്. വേറെ ഏതാ വിൻഡോസ് ലൊക്കേറ്റഡ്, വിൻഡോ എവിടെയാണ്, ഈസ്റ്റ്, ഈ ഭാഗത്താണ് ഉള്ളത് അല്ലേ. അപ്പം ഈസ്റ്റിലാണ് എൻ്റെ വിൻഡോ ഉള്ളത്. വേറെ ഇസ് ദ ബ്ലാക്ക് ബോർഡ് ഓർ വൈറ്റ് ബോർഡ് ഫിക്സ്? ബ്ലാക്ക് ബോർഡും വൈറ്റ് ബോർഡും ഒക്കെ ഞാൻ എവിടെ വരച്ചത്, നോർത്തിലാണ്. അപ്പോൾ നോർത്തിലായിട്ടാണ് എൻ്റെ ബ്ലാക്ക് ബോർഡും വൈറ്റ് ബോർഡും ഒക്കെ ഉള്ളത്. ഓക്കെ,
അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ക്ലാസ് റൂം വരയ്ക്കണം, എങ്ങനെ ഓരോരോ ദിശ മനസ്സിലാക്കണം എന്ന് മനസ്സിലായോ? അടുത്തത്, ചെക്ക് ദ സ്കെച്ച് ദാറ്റ് ഈച്ച് ഓഫ് യു പ്രിപ്പയർഡ്. ആർ ദേ ഓൾ ദ സെയിം? ഡിഡ് യു ഫീൽ എനി ഡിഫിക്കൽട്ടി ടു ഫൈൻഡ് ഡയറക്ഷൻ? ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വരച്ചത്, നിങ്ങളുടെ ക്ലാസ്സിൽ 30-40 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാക്കിയ സ്കെച്ച് പരിശോധിച്ച് നോക്കിയാൽ എല്ലാം ഒരുപോലെ ആയിരിക്കും അല്ലേ? കാരണം എല്ലാവരും ഒരേ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്, എല്ലാവരും ബോർഡ് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ കുട്ടി വരയ്ക്കുന്നതും സെയിം ആയിരിക്കും അല്ലേ? എല്ലാവർക്കും ദിശ നിശ്ചയിക്കാനൊരു പ്രയാസം ഉണ്ടാവില്ല. അടുത്ത ചോദ്യമാണ്, ഹൗ ടു ഫൈൻഡ് ഡിറക്ഷൻസ് ഇൻ എ പ്ലേസ്. ഒരു സ്ഥലത്തെ ദിശ എങ്ങനെ കണ്ടെത്താം? വി കൺസിഡർ ദ ഡിറക്ഷൻ ഫ്രം വെയർ ദ സൺ റൈസസ് ടു ബി ഈസ്റ്റ്. സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് നമ്മൾ ഈസ്റ്റ് അഥവാ കിഴക്കായിട്ട് കണക്കാക്കുന്നത് അല്ലേ? ഈസ്റ്റ് അഥവാ ഞാൻ നേരത്തെ കാണിച്ച പിക്ചർ വീണ്ടും എടുക്കാം. സൂര്യൻ ഉദിക്കുന്ന ദിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണ്, നമ്മൾ പലതവണ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പണ്ടൊക്കെ കിഴക്ക് ഏതാ കണ്ടുപിടിക്കാൻ ആൾക്കാർ എന്താ ചെയ്യുക? എവിടെ നിന്നാണോ സൂര്യൻ ഉദിച്ച് വരുന്നത് അത് കിഴക്ക് അഥവാ ഈസ്റ്റായിട്ട് കണക്കാക്കും. ഒന്നാമത്തെ പിക്ചർ നോക്കുക. ഈ കുട്ടി എങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നത്? സൂര്യനെ നോക്കി നിൽക്കുകയാണല്ലേ. ഇൻ വിച്ച് ഡിറക്ഷൻ ഇസ് അജി ഫേസിങ്? ഇത് നമ്മുടെ അജിയാണ്. അജി എങ്ങോട്ട് നോക്കിയാണ് നിൽക്കുന്നത്? സൂര്യനെ നോക്കിയാണ്. സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? കിഴക്ക്. കിഴക്ക് എന്താണ്? ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിലാണ് അജി നോക്കി നിൽക്കുന്നത്. To which direction has Aji stretched out his right hand? What about his left hand? അപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ എടുത്ത പിക്ചർ എടുക്കാം. അജി കുട്ടിയെ പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ അജി തൻ്റെ വലത് കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത്? ഏതാണ് വലത് കൈ? ഇതാണ് വലത് കൈ. വലത് കൈ എവിടത്തേക്കാണ് നീട്ടിയിരിക്കുന്നത്? സൗത്തിലോട്ടാണല്ലേ. വലത് കൈ സൗത്തിലോട്ടും, പിന്നെ ഇടത് കൈ എങ്ങോട്ടാണ്? സൗത്തിലോട്ടാണ് വലതെങ്കിൽ ഇടത് എന്തായാലും ഇതാണ് അല്ലേ, നോർത്താണത്. ഇടത് നോർത്തിലോട്ടാണ് ഫേസ് ചെയ്യുക. ഇൻ വിച്ച് ഡിറക്ഷൻ ഇസ് ഇൻഡിക്കേറ്റഡ്? വിച്ച് ഡിറക്ഷൻ ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ അജീസ് ഷാഡോ? ഇനിയിപ്പോൾ ഈ കുട്ടിയുടെ ഷാഡോ എവിടെയാണ് വീഴുന്നത്? സൂര്യൻ ഉദിക്കുന്നത് ഏത് ഭാഗത്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തോട്ടാണ് എപ്പോഴും ഷാഡോ ഉണ്ടാവുക അഥവാ നിഴലുണ്ടാവുക. അപ്പോൾ നിഴൽ എവിടെയാണ് വരിക? വെസ്റ്റ് അല്ലേ. ഇനി നമുക്ക് ഈ ഒരു പിക്ചർ കളയാം, എന്നിട്ട് അജിയുടെ ഷാഡോ നോക്കാം. അജിയുടെ ഷാഡോ നോക്കുക. അജിയുടെ ഷാഡോവും ദാ ഇവിടെയാണ്. ഇതാണ് അജിയുടെ ഷാഡോ. ഇതെവിടെയാണ്? ഇത് ഈസ്റ്റ് ആണെങ്കിൽ പിന്നിലോട്ട് വെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് അജിയുടെ ഷാഡോ വീഴുന്ന ദിശ, വെസ്റ്റ്. അടുത്ത പിക്ചറിൽ അജി എന്താ ചെയ്യുന്നത്? സൂര്യനെ നോക്കാതെ തിരിഞ്ഞു നിൽക്കുകയാണ് അല്ലേ. ഇൻ വിച്ച് ഡിറക്ഷൻ ഇസ് അജി ഫേസിങ് ഇൻ ദ പിക്ചർ ബി? അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് വെസ്റ്റ്. പിന്നെ നമ്മൾ എന്താ നോക്കിയത്? ഈ ഭാഗം നോർത്താവും, ഈ ഭാഗം നോർത്താവും, ഇത് സൗത്താവും. അപ്പോൾ ഏത് ഡിറക്ഷനിലാണ് അജി നോക്കി നിൽക്കുന്നത്? വെസ്റ്റ് അല്ലേ. ടു വിച്ച് ഡിറക്ഷൻ ഇസ് അജീസ് റൈറ്റ് ഹാൻഡ് സ്ട്രെച്ച്ഡ് ഔട്ട്? വാട്ട് അബൌട്ട് ഹിസ് ലെഫ്റ്റ് ഹാൻഡ്? അജിയുടെ വലത് കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത്? അപ്പോൾ അജി ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുക അല്ലേ. അപ്പോൾ ഇതാണോ അവൻ്റെ വലത് കൈ? അല്ല, ഇതാണ് അവൻ്റെ വലത് കൈ. അപ്പോൾ സൗത്തിലോട്ടാണ് വലത് കൈ, നോർത്തിലോട്ട് ഇടത് കൈ. ഓക്കെ, നോർത്തിലോട്ട് ഇടത് കൈ. വിച്ച് ഡിറക്ഷൻ ഡസ് അജീസ് ഷാഡോ ഇൻഡിക്കേറ്റ്? ഇപ്പോൾ അജിയുടെ ഷാഡോ എങ്ങോട്ടാണ് നിൽക്കുന്നത്? വീണ്ടും സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണല്ലേ എപ്പോഴും ഷാഡോ ഉണ്ടാവുക. അപ്പോൾ വെസ്റ്റ് തന്നെയായിരിക്കും. ഇൻ വിച്ച് ഡിറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡിറക്ഷൻ? വിച്ച് ഇസ് ദ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡിറക്ഷൻ ദാറ്റ് അജി ഫേസസ്? അജി നോക്കി നിൽക്കുന്ന ദിശയുടെ ഓപ്പോസിറ്റുള്ള ദിശ ഏതാ? അജി നോക്കി നിൽക്കുന്നത് വെസ്റ്റാണ്. വെസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഈസ്റ്റ്. ഓക്കെ, നമ്മളിതൊക്കെ ചെയ്തു കഴിഞ്ഞു. അടുത്ത ടോപ്പിക് എന്താ? ഹാവൻറ്റ് യു ലേൺഡ് ഹൗ ടു ഫൈൻഡ് ദ ഡിറക്ഷൻ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ സൺ? അപ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ട് ദിശ കണ്ടെത്തുന്നത് നിങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയല്ലേ. എ കോമ്പസ് ഇസ് കോമൺലി യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡിറക്ഷൻ. കോമ്പസ് അഥവാ ഒരു വടക്ക് നോക്കിയ യന്ത്രമാണ് പൊതുവേ ദിശ കണ്ടെത്താൻ ഉപയോഗിക്കുന്നത്. Nowadays we also use mobile apps to find direction. ഇപ്പോൾ നമ്മൾ മൊബൈലിലുള്ള ആപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഡയറക്ഷൻസ് കണ്ടെത്താറുണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് കോമ്പസ് സെർച്ച് ചെയ്താൽ നമുക്ക് പല പല ആപ്സ് കിട്ടും ഡൗൺലോഡ് ചെയ്യാൻ. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ നിന്ന് കഴിഞ്ഞാൽ കോമ്പസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് ഈ കോമ്പസ്? കോമ്പസ് ഇസ് എ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു ഫൈൻഡ് ദ ഡിറക്ഷൻ. ദിശ അറിയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കോമ്പസ് അഥവാ
വടക്കു നോക്കി യന്ത്രം. ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എ ഫ്രീലി മൂവിങ് മാഗ്നറ്റിക് നീഡിൽ വിൽ റിമെയിൻ ഇൻ ദ നോർത്ത് സൗത്ത് ഡിറക്ഷൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചലിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കാന്തം അഥവാ ഒരു കാന്തസൂചി അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് സ്വതന്ത്രമായിട്ട് ചലിക്കുന്നത് എപ്പോഴും തെക്ക് വടക്ക് ദിശ, അതായത് നോർത്ത് സൗത്ത് ഡിറക്ഷനിലായിരിക്കും. ഈ ഒരു തത്വമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം. അതായത് ഒരു മാഗ്നറ്റ് ഉണ്ട് വിചാരിക്കുക, ഇതൊന്നും നിങ്ങളിപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഒരു മാഗ്നറ്റ് ഉണ്ട്, അതിന് നോർത്ത് ഉണ്ട് സൗത്ത് ഉണ്ട്. ഞാൻ എങ്ങനെ തിരിഞ്ഞാലും എൻ്റെ മാഗ്നറ്റ് സൂചി എന്ത് ചെയ്യും? നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ ഫേസ് ചെയ്ത് നിൽക്കാൻ നോക്കും. അപ്പം ഞാൻ എങ്ങനെ നിന്നാലും മാഗ്നറ്റ് ഏത് ഭാഗത്തോട്ടാണോ പോകുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നോർത്തും സൗത്തും ആണെന്നല്ലേ. അപ്പോൾ ഈ ഒരു തത്വം ഉപയോഗിച്ചിട്ടാണ് ഈ ഉപകരണം വർക്ക് ചെയ്യുന്നത്. എസ്പെഷ്യലി മാർക്ക്ഡ് ടിപ്പ് ഓഫ് ദ നീഡിൽ ഇൻഡിക്കേറ്റ്സ് നോർത്ത്. അപ്പോൾ ഈ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തത് എന്തും കാണിക്കാനാണ്? നോർത്ത്. ഈ ഒരു കളറുള്ളതാണ്, നോർത്തിലോട്ട് നോക്കിയിട്ടാണ് ഈ സൂചി നിൽക്കുന്നത്. അപ്പം ഈ ഒരു പ്രത്യേക രീതിയിൽ രേഖപ്പെടുത്തിയ ഈ ഒരു അറ്റം, ഈ ഒരു അഗ്രഭാഗം വടക്ക് ദിശ അഥവാ നോർത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ബൈ സെയിലേഴ്സ് സിൻസ് ആൻഷ്യൻ ടൈംസ് ടു ഫൈൻഡ് ഡിറക്ഷൻ ഓൺ സീ വയാജസ്. സമുദ്രയാത്ര നടത്തുമ്പോൾ ദിശ അറിയാൻ വേണ്ടിയിട്ട് നാവികർ പണ്ട് കാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷാൽ വി പ്രിപ്പയർ ദ സ്കെച്ച് ഓഫ് ആ ക്ലാസ് റൂം ബേസ്ഡ് ഓൺ ഡിറക്ഷൻ. ഇനി നമുക്ക് ക്ലാസ് മുറിയുടെ സ്കെച്ച് ദിശ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയല്ലോ. പക്ഷെ നമ്മളത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അല്ലേ. നമ്മൾ ദിശ നോക്കിയിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ സ്കെച്ച് തയ്യാറാക്കിയത്. What are the things that we should pay attention to while drawing the sketch on a paper or in a book based on the direction? ദിശ അടിസ്ഥാനമാക്കി സ്കെച്ച് ഒരു പേപ്പറിലോ ബുക്കിലോ വരയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? എല്ലാം അതിൻ്റെ കറക്റ്റാണോ വരയ്ക്കുന്നത് നോക്കണം അല്ലേ. അതായത് ഇപ്പോൾ മുകളിൽ നിന്ന് നമ്മളെപ്പോഴും ഒരു ക്ലാസ് റൂമിൻ്റെ ഒക്കെ വരയ്ക്കുന്നത് നമ്മൾ മുകളിൽ നിന്ന് ആരോ താഴോട്ട് നോക്കുന്ന പോലെയാണ് ക്ലാസ് റൂം വരയ്ക്കുന്നത് അല്ലേ. ഇപ്പം ഞാൻ വരച്ച ചിത്രവും മുകളിൽ നിന്ന് നോക്കിയ ക്ലാസ് റൂം എങ്ങനെയായിരിക്കും അതാണ് ഞാൻ വരച്ചത് അല്ലേ. നോക്കുക, ഇപ്പോൾ ക്ലാസ് റൂമിൻ്റെ ഫോട്ടോ ഇങ്ങനെ സൈഡിൽ നിന്ന് എടുത്ത ഫോട്ടോ, പക്ഷെ മുകളിൽ നിന്ന് കാണാൻ എങ്ങനെയാണെന്നാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ? കുട്ടി ഏത് ഭാഗത്തോട്ടാണോ നോക്കിയിരിക്കുന്നത് അതിനെ ഞാൻ നോർത്താക്കി കണക്കാക്കിയിട്ടാണ് ഞാൻ എൻ്റെ പിക്ചർ വരച്ചിരിക്കുന്നത് അല്ലേ. ലുക്ക് അറ്റ് ദ മാപ്പ് ഹാങ്ങിങ് ഓൺ ദ വാൾ. ഹൗ ഡു യു ഫൈൻഡ് ഡിറക്ഷൻ ഓൺ ദിസ് മാപ്പ്? അപ്പം ചുമരിൽ തൂക്കിയിട്ട് ഈ ഭൂപടത്തിലെ ദിശ, ഈ മാപ്പിലെ ദിശ എങ്ങനെ കണ്ടെത്താം? ഇവിടെയും നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇവിടെ നോർത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. അതായത് ഈ മുകളിലോട്ടുള്ളത് എന്താണ്? നോർത്താണ്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നോർത്തിൽ കറങ്ങാൻ പോയി, നോർത്തിൽ ട്രിപ്പ് പോവാം എന്നൊക്കെ പറയുന്നില്ലേ. നോർത്ത് എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ ഏത് ഭാഗത്തെയാണ്? ഉത്തർപ്രദേശ്, ഹിമാചൽ, പഞ്ചാബ്, ഇവരൊക്കെ നോർത്തിൽ വരുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഡയറക്ഷൻസ് ഓഫ് മാപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? എ മാപ്പ് വിൽ യൂഷ്വലി ഹാവ് എ സൈൻ ഇൻഡിക്കേറ്റിംഗ് ദ ഡിറക്ഷൻ. ഉണ്ടോ? ഉണ്ട്. ഇതാണ് ആ സൈൻ ഇൻഡിക്കേറ്റിംഗ് ദ ഡിറക്ഷൻ. ഭൂപടത്തിൽ സാധാരണയായിട്ട് ദിശ കാണിക്കുന്ന അടയാളം നൽകിയിട്ടുണ്ടാവും. എ സൈൻ ഇൻഡിക്കേറ്റിംഗ് ദ നോർത്ത് ഡിറക്ഷൻ ക്യാൻ ബി സീൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദ വാൾ മാപ്സ്. അപ്പോൾ ചുമരിൽ വെച്ചിരിക്കുന്ന ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് നോർത്ത് ദിശ അഥവാ വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം നമുക്ക് കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ഇത് തൂക്കിയിട്ടിരിക്കുകയാണ്. മുകൾ ഭാഗത്തായിട്ട് നോർത്ത് സൂചിപ്പിക്കുന്ന ഒരു സൈൻ കാണാൻ പറ്റും. ദ ബോട്ടം ഓഫ് ദ മാപ്പ് പോയിൻറ്റ്സ് ടു സൗത്ത്. ഉറപ്പായിട്ടും ഇത് മുകളിലോട്ട് നോർത്ത് ആണെങ്കിൽ താഴോട്ട് എന്തായാലും സൗത്ത് ആയിരിക്കും അല്ലേ. ദ റൈറ്റ് സൈഡ് ഓഫ് ദ മാപ്പ് പോയിൻറ്റ്സ് ദ വെസ്റ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ടു ദ ഈസ്റ്റ്. അപ്പോൾ വലത് ഭാഗം പടിഞ്ഞാറ് ദിശയും ഇടത് ഭാഗം കിഴക്ക് ദിശയും സൂചിപ്പിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? മാപ്പ് നിങ്ങളിങ്ങനെയാണ്, നിങ്ങൾ മാപ്പിനെ നോക്കി നിൽക്കുകയല്ല, നിങ്ങളിങ്ങനെ ഇതാണ് നിങ്ങളുടെ മുഖം വിചാരിക്കുക. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വലത് ഭാഗം ഇതാണല്ലേ വലത് കൈ, ഇതാണല്ലേ വലത് കൈ. അപ്പോൾ വലത് ഭാഗം ഏതാണ് കാണിക്കുന്നത്? വെസ്റ്റും ഇടത് കൈ ഈസ്റ്റുമാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ മാപ്പാണെങ്കിൽ നിങ്ങളെങ്ങനെയാണ്? ഇത് നിങ്ങളാണ്, നിങ്ങളുടെ മുഖമാണ്, ഇങ്ങനെയാണ് നിങ്ങളുടെ കൈ എന്ന് വിചാരിക്കുക. ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളൊക്കെ സൗത്ത് ഇന്ത്യൻസ് ആണ് എന്നാണല്ലേ പറയപ്പെടുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഇവരൊക്കെ നമ്മൾ സൗത്ത് ഇന്ത്യൻസ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ സൗത്ത്. അപ്പോൾ നമ്മൾ താഴോട്ട് ഇന്ത്യയുടെ മാപ്പ് മുകളിൽ നമ്മൾ നോർത്ത് പറയുന്നത് നോർത്ത് മുകൾ ഭാഗം അല്ലേ. പിന്നെ ഓർക്കാനുള്ളൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ വെസ്റ്റ് ബംഗാൾ ഉള്ളത് ഈ ഒരു ഭാഗത്താണല്ലേ.
ഇതാണ് വെസ്റ്റ് ബംഗാൾ. പക്ഷേ വെസ്റ്റ് ബംഗാളുള്ള സ്ഥലം വെസ്റ്റാണോ? അല്ല, അത് ഈസ്റ്റാണ്. ഗുജറാത്തൊക്കെയുള്ള ഭാഗമാണ് വെസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ സൗത്ത്, മുകളിലുള്ളവർ നോർത്ത്. വെസ്റ്റ് ബംഗാളിലുള്ള സ്ഥലം വെസ്റ്റ് അല്ല, ഈസ്റ്റാണ്. വെസ്റ്റ് ബംഗാളുള്ളത് ഓപ്പോസിറ്റായി ഈസ്റ്റിലാണ്, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ വെസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാനും പറ്റും. മാപ്പൊക്കെ ആലോചിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുള്ളൊരു ട്രിക്കാണ്. ഇന്ത്യയുടെ മാപ്പ് ആലോചിക്കുക, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ഇനി find out the north direction of your classroom. Now put any symbol indicating direction as shown below on the top right side of the paper in which you prepare the sketch of your classroom. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സ്കെച്ച് വരച്ചപ്പോൾ എന്താണ് നോർത്ത് ഭാഗം ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾ തന്നെ ഇടണം നിർബന്ധമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് നോർത്ത് ഭാഗം ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഇടാൻ പറ്റുന്ന സിമ്പിൾസാണ്. ഒന്ന് 4 ദിശകളും കാണിക്കുന്നത്, ഒന്ന് നോർത്തിനെ മാത്രം ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുക, അമ്പിൻ്റെ ഒക്കെ അറ്റം പോലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ആരോ മാർക്ക് വരച്ചിട്ട് നോർത്ത് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ വരച്ച് നോർത്ത് എന്ന് എഴുതാം, അല്ലെങ്കിൽ 4 ദിശയും വരച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, haven't you identified the direction in which the door of your classroom is located? In which directions are the windows located? In which direction has the table been placed? Now let's draw the sketch of the classroom. നമുക്ക് വീണ്ടും ക്ലാസ്സിൻ്റെ സ്കെച്ചിലോട്ട് പോവാം അല്ലേ. നമ്മൾ വരച്ച സ്കെച്ച് എടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൽ ചോദിക്കുന്നത്? ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ ഡോറ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. ഡോർ എവിടെയാണ് ഉള്ളത്? ഇവിടെ ഉള്ളത് എന്താ? വെസ്റ്റ് ആണല്ലേ. അപ്പോൾ ഇതെന്താ? വെസ്റ്റ്. ഇത് വെസ്റ്റിലാണ് എൻ്റെ ഡോർ ഉള്ളത്. പിന്നെ വിൻഡോ എവിടെയുള്ളത്? അതിന് ഓപ്പോസിറ്റ് ഈസ്റ്റിലാണ് വിൻഡോ ഉള്ളത്. ഡയറക്ഷൻ ഓഫ് ടേബിൾ എവിടെയാണ്? മുകളിലോട്ടാണല്ലേ ഇങ്ങനെയുള്ളത്. അപ്പോൾ നോർത്തിലാണ് ടേബിൾ ഉള്ളത്. ഇനി എന്താ? haven't you completed the sketch? Prepare an index for things such as windows, door, table. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്കിതിനെ തന്നെ ഇൻഡെക്സ് ആയിട്ട് ഉപയോഗിക്കാം അല്ലേ. നമ്മളെങ്ങനെ ഇൻഡെക്സ് വരയ്ക്കുക? ഇങ്ങനെ ഇതിനെ ഒരു ടേബിളാക്കി മാറ്റും. നമ്മുടെ ഇൻഡെക്സ് റെഡിയായല്ലേ. ഇത് എവിടെയാണ് ഉണ്ടാവുക? ഇവിടെ മാപ്പിൻ്റെ അറ്റത്തായിട്ടാണ് നമ്മൾ ഈ ഒരു ടേബിൾ ഇൻഡെക്സ് വരയ്ക്കേണ്ടത്. ഇനി ഇത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചിത്രത്തിലുണ്ടോ? D ഫോർ ഡോർ. അപ്പോൾ നമുക്ക് ഡോറിന് D എന്ന് എഴുതി കൊടുക്കാം. T ഫോർ ടേബിൾ, ടേബിളിൻ്റെ മുകളിൽ T എന്ന് എഴുതി കൊടുക്കാം. W ഫോർ വിൻഡോ, അപ്പോൾ W, ഇതൊക്കെ വിൻഡോ ആണ്. ബ്ലാക്ക് ബോർഡ് നമുക്ക് B എന്ന് എഴുതാം. വൈറ്റ് ബോർഡ് നമുക്ക് WB എന്ന് എഴുതി കൊടുക്കാം. ബെഞ്ചിൽ നമുക്കിതൊക്കെ ബി എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരാൾക്ക് കാണുന്ന ഒരാൾക്ക് ABCD കണ്ട് ഞെട്ടണ്ട. ഈ ടേബിളിൽ പോയി നോക്കിയാൽ മതി. B എന്താണ്? ബെഞ്ചാണ്. T എന്താണ്? ടേബിളാണ്. BB ബ്ലാക്ക് ബോർഡ്, WB വൈറ്റ് ബോർഡ്, W വിൻഡോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചു? വെറുതെ സ്കെച്ച് വരച്ചാൽ പോരാ, നമ്മൾ ദിശകൾ മാർക്ക് ചെയ്യണം. പിന്നെന്തൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഒരു ടേബിൾ അല്ലേ, ടേബിൾ അഥവാ ഇൻഡെക്സ് മാർക്ക് ചെയ്യണം. ടേബിൾ എന്ന് വെച്ചാൽ മേശയല്ല, ഒരു ഇൻഡെക്സ്. ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഡെക്സ് എന്ന് പറയാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ മുമ്പിലും നോട്ട് ബുക്കിൻ്റെ മുമ്പിലൊക്കെ ഇൻഡെക്സ് ഉണ്ടാവും അല്ലേ. The sketch prepared by Aji for his classroom is given below. അപ്പോൾ അജി വരച്ചിരിക്കുന്ന ക്ലാസ് റൂമിൻ്റെ സ്കെച്ചാണ് കൊടുത്തിരിക്കുന്നത്. Now check the sketches drawn by everyone. All the sketches are the same. ആരുണ്ട്? ഇനിയിപ്പോൾ അജിയുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ വരച്ച ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം അജിയുടെ ക്ലാസ്സിൽ എന്തൊക്കെയുള്ളത്. BB എന്താണ്? BB ബ്ലാക്ക് ബോർഡ്. D എന്താ? D ഫോർ ഡോർ. W 3 W ഉണ്ട്. അപ്പോൾ അതായത് 3 വിൻഡോസ് ഉണ്ട് അജിയുടെ ക്ലാസ് റൂമിൽ. ടേബിൾ, ഒരു ടേബിൾ മാത്രമേ ഉള്ളൂ. പിന്നെ ബെഞ്ച് 1 2 3 4 5 6 7 8 ബെഞ്ചസ് ഉണ്ട് അജിയുടെ ക്ലാസ് റൂമിൽ. ഓക്കെ, പിന്നെന്താ? ഇത് നോർത്താണല്ലേ. അജി ഇതും കൂടെ വരച്ചിട്ടുണ്ട്. നോർത്ത് ഡയറക്ഷൻ കൂടെ മാർക്ക് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ബോർഡും ടേബിളൊക്കെ നോർത്ത് ഡയറക്ഷനിലാണ്. വിൻഡോ ഒക്കെ എവിടെയായിരിക്കും? അപ്പോൾ വിൻഡോ ഒക്കെ ഈസ്റ്റിലായിരിക്കും. ഡോറ് വെസ്റ്റിലായിരിക്കും. ഓക്കെ, പിന്നെ ഇൻഡെക്സും അജി വരച്ചിട്ടുണ്ട്. The sketch of Aji's school is given below. Observe the sketch and complete the table. ഇനി അജിയുടെ സ്കൂളിൻ്റെ സ്കെച്ചാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം എന്തൊക്കെയാണുള്ളത്. അജിയുടെ സ്കൂളിലൊരു ഓഡിറ്റോറിയം ഉണ്ട്, ലാബ് ഉണ്ട്, കിച്ചൺ ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, ലൈബ്രറി റീഡിംഗ് റൂം ഉണ്ട്, പിന്നെ കുറേ റെസ്റ്റ് റൂം ഉണ്ട്, പിന്നെ ഒരു സ്റ്റോറുണ്ട്,
സ്റ്റാഫ് റൂം ഉണ്ട്, ബാക്കിയൊക്കെ എന്താ C1 C2 ഇതൊക്കെ എന്താ ക്ലാസ് റൂംസ് ഉണ്ടല്ലേ. പിന്നെ ഒരു വലിയ ബാസ്ക്കറ്റ് ബോൾ കോർട്ട് ഉണ്ട്, ഇത് ബാസ്ക്കറ്റ് ബോൾ കോർട്ടാണ്. പിന്നെ വീണ്ടും ഇവിടെ ഒരു സ്റ്റാഫ് റൂം ഉണ്ട്, ഇവിടെ ഒരു ഓഫീസ് ഉണ്ട്, പിന്നെ കുറേ വീണ്ടും ക്ലാസ് റൂംസ് ഉണ്ട്. 19 ക്ലാസ് റൂംസ് ഉണ്ട് അജിയുടെ. നോക്ക് 1 2 3 4 5 6 ഇങ്ങനെ മാർക്ക് ചെയ്ത് 18 19 ക്ലാസ് റൂംസ് ഉണ്ട്. പിന്നെ ഇതെന്താ എൻട്രൻസ് ഗേറ്റ്, ഇത് വഴിയാണ് അജിയുടെ സ്കൂളിൻ്റെ അകത്തോട്ട് കയറേണ്ടത്. നമുക്കിനി ഈ അജിയുടെ ലേ ഔട്ട് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താം. ടു വിച്ച് ഡിറക്ഷൻ ഓഫ് ദ ബാസ്ക്കറ്റ് ബോൾ കോർട്ട് ഇസ് ദ ഓഫീസ് ബിൽഡിംഗ് ലൊക്കേറ്റഡ്. അപ്പോൾ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൻ്റെ ഏത് ദിശയിലിട്ടാണ് ഓഫീസ്? അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താ, ബാസ്ക്കറ്റ് ബോൾ കോർട്ട് എവിടെയാണ്? ബാസ്ക്കറ്റ് ബോൾ കോർട്ട് ഇവിടെയാണ്. ഇനി നമ്മൾ എന്താ നോക്കുക, ഓഫീസ് എവിടെയാണ്? ഓഫീസ് എവിടെയാണ്? അപ്പോൾ ഇത് ബാസ്ക്കറ്റ് ബോൾ കോർട്ടാണ്, നമ്മളിങ്ങനെ വരയ്ക്കുക, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. അപ്പോൾ പിടികിട്ടിയോ? ഈസ്റ്റിലാണ്. നമ്മൾ എന്ത് എഴുതും? ഈസ്റ്റിലാണ്. To which direction of the basketball court is the entrance of the school? ഇനി ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൻ്റെ എൻട്രൻസ് എവിടെയാ? ഇങ്ങോട്ടാണ്. ഇങ്ങോട്ടുള്ള ദിശ ഏതാ? സൗത്ത്. To which direction of the toilet complex are the library and reading room located? ഇനി നമുക്ക് ടോയ്ലറ്റിൽ ബാസ്ക്കറ്റ്ബോൾ കോർട്ട് വിട്ടു, ടോയ്ലറ്റിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് റീഡിംഗ് റൂം വരുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. ടോയ്ലറ്റ് ഇവിടെയാണ്, ഞാൻ വീണ്ടും ടോയ്ലറ്റിൻ്റെ അടുത്തായിട്ട് വരയ്ക്കുകയാണ്, നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ്. അപ്പം ടോയ്ലറ്റ് ഇവിടെയാണ്, അപ്പോൾ താഴോട്ട് അല്ലേ. അപ്പോൾ താഴോട്ട് പറയുമ്പോൾ സൗത്ത്, നമ്മൾ വീണ്ടും ഇവിടെ എഴുതും സൗത്ത്. ടു വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് വിത്ത് ദ സ്റ്റോർ റൂം ഇസ് ദ കിച്ചൺ ലൊക്കേറ്റഡ്? ഇനി സ്റ്റോർ റൂം എവിടെയാണെന്ന് നോക്കാം. സ്റ്റോർ റൂം കാണുന്നുണ്ടോ? സ്റ്റോർ റൂം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ടു വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് വിത്ത് ദ സ്റ്റോർ റൂം ഇസ് ദ കിച്ചൺ ലൊക്കേറ്റഡ്. അപ്പോൾ സ്റ്റോർ റൂമുള്ള ബിൽഡിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ കിച്ചൺ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇതാണ് സ്റ്റോർ റൂമുള്ള ബിൽഡിംഗ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? സൗത്ത് നോർത്ത് അല്ലേ. നോർത്ത് ഭാഗത്തായിട്ട് മുകളിലോട്ടാണ്. മുകളിലോട്ട് പറയുമ്പോൾ നോർത്തിലോട്ടായിട്ടാണ് കിച്ചൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ടു വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ മൂവ് ഫ്രം ദ ഓഡിറ്റോറിയം ടു എക്സിറ്റ് ത്രൂ ദ എൻട്രൻസ് ഗേറ്റ്? ഓഡിറ്റോറിയത്തിൽ നിന്ന് ഏത് ഭാഗത്തോട്ട് നടന്നാലാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുക? അകത്തോട്ട് കയറാൻ നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ട് പറയുമ്പോൾ നോർത്ത്, പുറത്തോട്ട് ഇറങ്ങാൻ നേരെ ഓപ്പോസിറ്റ് നടക്കണം. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം സൗത്ത്. ഓക്കെ. ഹാവൻറ്റ് യു മാർക്ക്ഡ് പൊസിഷൻ ഓഫ് ദ ബെഞ്ച്, ഡെസ്ക് ആൻഡ് ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ് ഇൻ യുവർ ക്ലാസ് റൂം ഓൺ ദ സ്കെച്ച്? ഹൗ ഡു യു ടെൽ വേ യു സിറ്റ് ഇൻ ദ ക്ലാസ് റൂം? ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ എന്തൊക്കെയോ വരച്ചു വെച്ചല്ലേ, ഓരോന്നും വരച്ചു, വൈറ്റ് ബോർഡ് ബ്ലാക്ക് ബോർഡ് ഒക്കെ വരച്ചു. ഇനി ഞാൻ എവിടെ ഇരിക്കുന്നത്, നമ്മളെവിടെ ഇരിക്കുന്നതെന്ന് എങ്ങനെയാണ് പറയാം? ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത് വിചാരിക്കാം. ഒരു ബെഞ്ചിൽ 3 കുട്ടിയൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. ഓക്കെ. ഇനി ഇത് ബെഞ്ച് 1 ആണ്, ബെഞ്ച് 2 ആണ്, ബെഞ്ച് 3 ആണ് വിചാരിക്കുക. ഞാനിവിടെ അറ്റത്തായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അല്ലേ. ഈ കുട്ടി എവിടെ ഇരിക്കുക? ഫസ്റ്റ് ഓൺ ഫസ്റ്റ് ബെഞ്ച്, സെക്കൻഡ് ഓൺ ഫസ്റ്റ് ബെഞ്ച്, തേർഡ് ഓൺ ഫസ്റ്റ് ബെഞ്ച്. ബെഞ്ച് 3ൽ ഫസ്റ്റ് ഓൺ ബെഞ്ച് 3, സെക്കൻഡ് ഓൺ ബെഞ്ച് 3, ഞാനെവിടെയാണ്? തേർഡ് ഓൺ ബെഞ്ച് 3. അപ്പോൾ നമ്മൾ ഓരോ ബെഞ്ചിനും പേരിട്ട് കഴിഞ്ഞാൽ, ഇനി ഫോർ എക്സാമ്പിൾ ഇത് ബെഞ്ച് 4 ആവും, ബെഞ്ച് 5, ബെഞ്ച് 6, ബെഞ്ച് 7, ബെഞ്ച് 8, ബെഞ്ച് 9. ഇനി ഏത് ബെഞ്ചിലാണ് ഞാൻ ഇപ്പോൾ 9ാമത്തെ ബെഞ്ചിലാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഒന്നിൽ ഞാൻ 1ാമതായിരിക്കും, അല്ലെങ്കിൽ 2ാമതായിരിക്കും, 3ാമതായിരിക്കും. 1ാമതാണെങ്കിൽ ഫസ്റ്റ് ഓൺ ബെഞ്ച് 9, 2ാമതാണെങ്കിൽ സെക്കൻഡ് ഓൺ ബെഞ്ച് 9, 3ാമതാണെങ്കിൽ തേർഡ് ഓൺ ബെഞ്ച് 9. ഓക്കെ. ഇങ്ങനെയാണ് നമ്മളിരിക്കുന്നതിൻ്റെ പൊസിഷൻ പറയാം. ഇനി ഹൗ ക്യാൻ വി ലൊക്കേറ്റ് എ പ്ലേസ് ഓൺ എർത്ത്? ഈ ഒരു കാര്യം നമുക്ക് പാർട്ട് 2 ആയിട്ട് വീഡിയോ ഇടാം, അതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതുവരെ എല്ലാവരും ഡയറക്ഷൻസ് കൃത്യമായിട്ട് പഠിക്കാം. അടുത്ത വീഡിയോ കാണാം. ബൈ.